ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. നമുക്ക് ചിക്കനും വേണ്ട, ബീഫും വേണ്ട, ഒന്നും വേണ്ട. അതല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇത് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ച കപ്പയാണ്. അങ്ങനെ ഈ പരുവത്തിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് വേണ്ടത്. നല്ല വെളിച്ചെണ്ണ വെച്ചാൽ അത്ര ടേസ്റ്റ് കൂടും. പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുളക്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 2 സവോളയാണ് ഞാൻ എടുത്തത് കേട്ടോ. വലുതല്ല, ഒരു മീഡിയം സവോള 2 എടുത്തത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കാം. നല്ല വഴറ്റണം. വഴണ്ടതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് ഇട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്ന പോലെ വഴറ്റി കൊടുക്കുക. പിന്നെ ചെറിയ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇടാം. എൻ്റെ തക്കാളി കഴിഞ്ഞുകൊണ്ടാണ് തക്കാളി പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അതിട്ടിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കട്ടെ. ഒന്ന് തിളക്കാൻ വേണ്ടി, അതിൻ്റെ പച്ചമണക്കം പോയി തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കപ്പിട്ട് നല്ല ഈ ഒരു പരുവത്തിൽ ഉടച്ച് കിടക്കണം കേട്ടോ. ഒറ്റ കഷ്ണം പോലെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണം ഈ ഒരു ഭാഗത്തിൽ. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയല്ല ഉണ്ടത്, ഉള്ളൊരു ഗ്രേവി പോലെ ഇങ്ങനെ ഒരു കുഴമ്പ് പോലെ അതിൽ കുഴഞ്ഞ് കിടക്കണം. ആ മസാലയുടെ കൊണ്ട് കുഴഞ്ഞ് കിടക്കണം. ഇത് കുറച്ച് കട്ട കുത്തിയ പോലെ ഉള്ളത്, അത് നമുക്കൊന്ന് ലൂസാക്കിയിട്ട് വേണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കഴിക്കാൻ. അത് ഇളം ചൂടുവെള്ളം ചൂടാക്കിയിട്ടാണ് ഞാൻ പൊഴിച്ചത് കേട്ടോ. നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഇളക്കിയിട്ടുണ്ട്. ഇളക്കി സെറ്റായി ഈ ഒരു പരുവത്തിൽ വേണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വേണ്ടില്ല, നല്ല കട്ട കുത്തിയ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ വേണമെങ്കിൽ ലൂസിൽ വേണം, പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.